ഓഫീസൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും ഭയങ്കര മഴയും കാറ്റൊക്കെ ആയിരുന്നു കേട്ടോ. ഓഫീസ് കഴിഞ്ഞ് വീട്ടിൽ വന്ന് കയറി കുറച്ച് അഴയിൽ തുണികളൊക്കെ കിടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ എടുത്തു വെച്ചു. പിന്നെ മെയിനായിട്ടുള്ള പണി എന്ന് പറഞ്ഞാലാണ് രാത്രിത്തേക്കുള്ള ഡിന്നർ പ്രിപ്പറേഷൻസ്. അപ്പോൾ അതിനുള്ള പരിപാടികളൊക്കെ ഞാൻ നേരത്തെ പ്ലാൻ ചെയ്ത് വയ്ക്കും ഓഫീസിൽ നിന്ന് തന്നെ. കാര്യം വേറൊന്നുമല്ല, നമ്മൾ ഓഫീസൊക്കെ കഴിഞ്ഞ് ഭയങ്കര ടയേർഡൊക്കെ ആയിട്ടായിരിക്കുമല്ലോ വീട്ടിലേക്ക് പോകുന്നത്. അപ്പോൾ അവിടെ ചെന്നിട്ട് നമ്മൾ ഇന്ന് എന്തൊക്കെ ഉണ്ടാക്കുക എന്നുള്ള ഒരു പെട്ടെന്നുള്ളൊരു ഹറിബറി ഒഴിവാക്കാനൊക്കെ ആയിട്ടാണ് ഞാൻ നേരത്തെ പ്ലാൻ ചെയ്ത് നമ്മൾ വീട്ടിലേക്ക് പോകുന്നത്. അപ്പോൾ അതാകുമ്പോൾ നമുക്ക് ഇന്ന സാധനം ഇന്ന് ഉണ്ടാക്കണം എന്നുള്ളൊരു തോട്ട് മനസ്സിലുണ്ടാവും. മുൻകൂട്ടിയുള്ളൊരു പ്രിപ്പറേഷൻസ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ഇന്ന് ഇതാണ് ഉണ്ടാക്കുന്നതെന്നുള്ളൊരു ഇതുണ്ടല്ലോ നമ്മുടെ മനസ്സിൽ. അപ്പോൾ അതിനനുസരിച്ചുള്ള നമ്മൾ ഇന്ന് എന്താ ഉണ്ടാക്കുന്നതെന്നുള്ള സാധനങ്ങൾ, വെജിറ്റബിൾസ് ആണെങ്കിൽ വെജിറ്റബിൾസ് കട്ട് ചെയ്ത് വയ്ക്കും. അതുപോലെ ചിക്കനോ ബീഫൊക്കെ ആണെങ്കിൽ അതൊക്കെ ക്ലീനാക്കി വയ്ക്കും, മാഗ്നേറ്റ് ചെയ്ത് വയ്ക്കും. അങ്ങനെയുള്ള പരിപാടികളാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ വർക്കിംഗ് ആയിട്ടുള്ള വുമൻസ് ആണെങ്കിൽ ഇങ്ങനത്തെ ഉള്ള ടിപ്സുകളൊക്കെ കുറച്ച് യൂസ്ഫുൾ ആയിരിക്കും നമ്മുടെ ലൈഫിൽ. അപ്പോൾ ഇതൊക്കെ പറയുന്നതിൻ്റെ ഇടയിൽ എൻ്റെ ഇന്നത്തെ ഡിന്നർ എന്താണെന്നുള്ള കാര്യം നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാനായിട്ട് ഞാൻ മറന്നുപോയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കാനായിട്ട് ഉദ്ദേശിച്ചുകൊണ്ടിരിക്കുന്നത് ചക്കക്കുരു ഉണ്ടായിരുന്നു. അപ്പോൾ ചക്കക്കുരു വെച്ച് ചക്കക്കുരു ജസ്റ്റ് ഒന്ന് ഒലുത്ത് പോലെ ഉണ്ടാക്കാം. പിന്നെ പരിപ്പ് കറി, മീൻ പൊരിച്ചത്, പപ്പടം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഞാൻ ഇന്നത്തെ ഡിന്നറിന് പ്രിപ്പയർ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പം അതിൻ്റെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരുന്നത്, ചക്കക്കുരു ക്ലീൻ ചെയ്യുന്നതൊക്കെ. അപ്പോൾ ഈ ചക്കക്കുരു എന്ന് പറഞ്ഞാൽ നേരത്തെ ക്ലീൻ ചെയ്ത് മാറ്റി വെച്ചതാണ്. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഫ്രിഡ്ജിൽ കയറ്റി വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ചീത്തയൊന്നും ആവില്ല. അപ്പോൾ നമുക്ക് എപ്പോഴാണോ അത് കുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ടൈം ആകുമ്പോഴത്തേക്കും നമുക്ക് എടുത്താൽ മതി. ഇത് അധികം ദിവസം അങ്ങനെ വെക്കുന്ന അത്ര പോസിബിൾ അല്ല, എന്നാലും നമുക്ക് 2 ദിവസത്തേക്കൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. പിന്നെയെന്ന് പറയുന്നത്, ഞാൻ ഈ ബോട്ടിൽ കാണിച്ച നമ്മുടെ ചില്ലി ഫ്ലേക്സ് ഉണ്ടല്ലോ, അത് ഞാൻ തീരുമ്പോൾ മിക്സിയുടെ ജാറിലിട്ട് നല്ലോണം ക്രഷ് ചെയ്തെടുക്കും. ഇത് ഞാനിവിടെ ഉണ്ടാക്കുന്ന ഒലത്തിലൊക്കെ അത് ഞാൻ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് രാവിലെയൊക്കെ പെട്ടെന്നുള്ള ധൃതിയിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒലത്തൊക്കെ ഉണ്ടാക്കുവാണെങ്കിൽ ഇത് പെട്ടെന്ന് അങ്ങോട്ടേക്ക് ഇട്ടാൽ മതി. നമ്മൾ പിന്നെ പൊടിക്കാനോ കാര്യങ്ങൾക്കൊക്കെ ഇട്ടിട്ടുണ്ട്. ആ റെഡിമെയ്ഡ് ഇട്ടും, പക്ഷേ ഞാൻ റെഡിമെയ്ഡ് യൂസ് ചെയ്യാറില്ല. മുളക് വാങ്ങിച്ച് പൊടിക്കലാണ് ഞാൻ പതിവ്. അപ്പോൾ അതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ നമ്മൾ പരിപ്പ് വേവിച്ചത് വിസിലടിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചക്കക്കുരുവിന് വേണ്ടിയുള്ള ചെറിയ ഉള്ളിയൊക്കെ അരിഞ്ഞെടുക്കുകയാണ്. അപ്പോൾ ഞാൻ ഇങ്ങനെയാണ് ചക്കക്കുരുവൊക്കെ ഒലുത്തുന്നത്. പലരും പല രീതിയിലായിരിക്കും അങ്ങനെ ഒലുത്തുന്നതൊക്കെ. അപ്പോൾ ഞാൻ ചില്ലി ഫ്ലേക്സൊക്കെ ഇട്ടിട്ടാണ് ചെയ്യുന്നത്. പിന്നെ ചെറിയ ഉള്ളിയും അതുപോലെ വെളുത്തുള്ളിയൊക്കെ ഇട്ടിട്ടാണ് ചെയ്യുന്നത്. ലാസ്റ്റ് നമ്മൾ വേവിച്ച് വച്ചേക്കുന്ന ചക്കക്കുരു എടുത്തിട്ട് അതിനകത്തേക്ക് തട്ടാണ് ചെയ്യുന്നത്. ഞാനിവിടെ എന്തുണ്ടാക്കിയാലും കുറച്ച് ക്വാണ്ടിറ്റിക്ക് ഉണ്ടാക്കുകയുള്ളൂ. കാരണം ബാക്കിയെടുത്ത് ഞാൻ ഫ്രിഡ്ജിലേക്ക് വയ്ക്കുന്ന എന്തോ എനിക്ക് ഭയങ്കര ഒരു മടിയുള്ള കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ മാക്സിമം അന്ന് കഴിച്ച് തീരാൻ പാകത്തിനുള്ളതേ ഉണ്ടാക്കുന്നുള്ളൂ. പിന്നെ പരിപ്പിനായിട്ടുള്ള പരിപ്പ് കറിക്കുള്ള പരിപ്പ് വേവിക്കാനൊക്കെ വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ കൂടെ പരിപ്പ് കറി ഉണ്ടാക്കിയായിരുന്നു.
ഇപ്പം പപ്പടം പൊരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ ഫുഡ് ഐറ്റംസ് എന്നൊക്കെ പറയുന്നത് ഇതൊക്കെയാണ് കേട്ടോ. ഇവിടെ പപ്പടം അങ്ങനെ അധികം യൂസ് ആക്കാറില്ല, മാക്സിമം ഒഴിവാക്കലാണ് പതിവ്. അധികം നമ്മൾ പൊരിച്ചിടുമ്പോഴാണല്ലോ നമുക്ക് എപ്പോഴും കഴിക്കാനായിട്ട് തോന്നുന്നത്. അപ്പോൾ അതിനനുസരിച്ചുള്ള ക്വാണ്ടിറ്റിക്കാണ് ഞാൻ പൊരിച്ചിടാറുള്ളത്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് കൂടെ ഞാൻ ഫിഷ് ഫ്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു, പരിപ്പ് കറിയും അതിൻ്റെ ഇടയ്ക്ക് കൂടെ വെന്തിട്ടോ. ഇനിയുള്ള പണി എന്ന് പറഞ്ഞാൽ നമ്മുടെ കിച്ചൺ ക്ലീൻ ആക്കലാണ്. അപ്പോൾ ഇന്നത്തെ നൈറ്റ് റൊട്ടീൻ എന്ന് പറയുന്നത് ഇതായിരുന്നേ.